നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 1022nd day. Today 30th sloka of Pradhamaskandam 13th chapter. For details please see the other version. Om Namo Bhagavate Vasudevaya. Om Shri Krishna Paramatmane Namah. Hari Shri Ganapataye Namah. Avignamastu Shri Gurubhyo Namah. Krishnam Narayanam Vande. Krishnam Vande Vrajapriyam. Krishnam Dvaipayanam Vande. Krishnam Vande Pradhasudam. Shri Paramanandanadhanaya Dvaita Deepamai Mokshechu Vrindamandaramai Karunyavaridhiyayi Vibhudeshanam Narayanan Mama Mandada Matanam. Om Tatsat. ശ്രീമദ് മഹാഭാഗവതം ഒരു ദിവസം ഒരു ശ്ലോകം 1022 ദിവസം പ്രഥമസ്കന്ധത്തിലെ 13ാമത്തെ അധ്യായത്തിലെ 30ാമത്തെ ശ്ലോകം. ഓം തത്സത്. അജാതശത്രുകൃതമൈത്ര്യോ ഹുതാഗ്നിർ വിപ്രാന്നത്വാ തിലകോ ഭൂമിരുക്മൈ ഗൃഹം പ്രവിഷ്ടോ ഗുരുവന്ദനായ നചാപശ്യത് പിതരോ സൗബലിം ച. ഓം തത്സത്. അജാതശത്രു എന്ന് പറയുന്നത് ധർമ്മപുത്രരെയാണ്. ധർമ്മപുത്രർ തൻ്റെ നിത്യമായിട്ടുള്ള സ്നാനം ചെയ്ത്, പ്രാതകാലത്തിൽ സ്നാനം ചെയ്ത്, സൂര്യ നമസ്കാരം ചെയ്ത്, അഗ്നിഹോത്രം എന്നിവ എല്ലാ നിത്യകർമ്മങ്ങളും കഴിച്ച ശേഷം എള്ള്, പശു, ഭൂമി, സ്വർണം എന്നിവ കൊണ്ട് നിത്യദാനങ്ങൾ ബ്രാഹ്മണരെ സന്തോഷിപ്പിച്ച് അവരെയൊക്കെ നമസ്കരിപ്പിച്ചു ദാനങ്ങളൊക്കെ ചെയ്ത് പിതാക്കന്മാരെ കാണുവാനായിട്ട് പിതാക്കന്മാരെന്ന് ഉദ്ദേശിക്കുന്നത് വിതുരരും ധൃതരാഷ്ട്രമാണ്. പിതാവിൻ്റെ സ്ഥാനമാണ് അവർക്ക് രണ്ടുപേർക്കും. അച്ഛൻ്റെ അനുജന്മാരാണ്. മാതാവായ ഗാന്ധാരിയെയും വന്ദിപ്പാനായി ഗൃഹത്തിൽ പ്രവേശിച്ചെങ്കിലും അവരെ അവിടെ കണ്ടില്ല. അവർ വിതുരരുടെ ഉപദേശപ്രകാരം വടക്കോട്ടേക്ക് പോയിരുന്നു. അത് ധർമ്മപുത്രരോട് പറയാതെയാണ് പോയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവരെ അവിടെ കണ്ടില്ല എന്ന് പറയുകയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. അജാതശത്രുകൃതമൈത്രോ ഹുതാഗ്നിർ വിപ്രാന്നത്വോ തിലകോ ഭൂമിരുക്മൈ ഗൃഹം പ്രവിഷ്ടോ ഗുരുവന്ദനായ നചാപശ്യത് പിതരോ സൗബലിം ജ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്ക് സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.